അതെ ഗൈസ്, അതാ പാടത്തൊരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. എങ്ങനെയാണോ പാടത്തെ ഒരു ട്രെയിൻ നിർത്തിയിട്ട് ഇറക്കിയത്? അല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് എന്തോ റെയിൽവേ സ്റ്റേഷൻ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിർത്തിയിരിക്കുന്നത്. അത് പാടത്ത് ഇറക്കിയ ട്രെയിനല്ല, അതിപ്പോഴും റെയിലിൽ തന്നെയാണ്. ടോള് വരാനായി തോന്നുന്നു കേട്ടോ അല്ലയാ. 605 രൂപയുള്ളൂ. വെറും 605 രൂപയാണ് ക്രോസ്. അപ്പോൾ നിസാമാബാദിൽ നിന്ന് ഹൈദരാബാദ് വരെ ഏകദേശം 150 കിലോമീറ്റർ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് 3 ടോള് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടോളാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. അവിടുത്തെ 605 രൂപയാണെന്നാണ് അളിയൻ പറയുന്നത്. ടോളിനെ കുറിച്ച് എന്താണ് നല്ല രീതിയിൽ പറയാനുള്ളത്? ടോളിനെ കുറിച്ച് ബാത്റൂം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഈ ടോളൊക്കെ എത്ര വെറുതെ. അതായത് ഇത്രയും പൈസയൊക്കെ നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് നല്ലൊരു വാഷ്റൂം ഫെസിലിറ്റി ഒന്നും ടോളുകളിൽ ഉണ്ടാകാറില്ല. അതാണ്, ഉണ്ടെങ്കിൽ തന്നെ ഒട്ടും വൃത്തിയില്ല. അത് പിന്നെ നമ്മൾ കയ്യിലൊരു പ്രശ്നമുണ്ട്, യൂസ് ചെയ്യുന്നവരും കൂടെ കുറച്ച് നോക്കണം. എന്നാലും ഒരു ക്ലീനറിനൊക്കെ വെക്കാം. ഇതിങ്ങനെ അതുണ്ടാക്കിയ പിന്നെ ആരും ക്ലീൻ ചെയ്യാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാനാ? അതാണ് ടോൾ ബൂത്തിലൊക്കെ ബാത്റൂമിൻ്റെ ഒക്കെ അവസ്ഥ. അത് അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് ടോൾ ബൂത്ത്. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? പൈസ പിടിക്കുന്ന സ്ഥലം അതാണത്. ഗൈസ്, നിങ്ങളെന്താ കണ്ടോ? ആ വണ്ടിയുടെ പുറകിൽ, ആ ട്രക്കിന്റെ പുറകിൽ തുണിക്കട, അതോ കൊടയാണ്, എന്താണ്? തുണി ഫുള്ള് തുണി. അളിയാ, എന്താ അളിയാ ഈ വണ്ടിയുടെ പുറകിൽ ഈ തുണിക്കട നടത്തുന്നതിന്റെ കാര്യം? തുണിക്കട നടത്തുന്നത് അത് ഈ പൊടിയും മഴ ചെയ്തിട്ട് ഈ ചെളിയൊക്കെ പാറി ഇതിലല്ലോ പുറകില്. അത് ഈ തുണി കിടന്നിങ്ങനെ പാറുമ്പോ അതിന്റെ സൈഡിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഫുള്ള് ഞാത്തോ ആ സാധനമാണ്. രസമുണ്ട് കേട്ടോ. പലതരം തുണികൾ, വീട്ടിലത്തെ എല്ലാ സാധനമൊക്കെ പുള്ളി കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അതായിട്ട് തന്നെ മേടിക്കാണ്ടെന്ന് അളിയൻ പറയുന്നത്. എത്തി ഗൈസ്, പൈസ പോയി. ഞങ്ങളെ പൈസ പോയിരിക്കാണ് ഗൈസ്. അളിയന്റെ പൈസ പോയി ഗൈസ്. എന്നിട്ടും തുറക്കുന്നില്ല. ഗോന്ന് വന്നിട്ടും നമ്മളെ സാധനം പൊങ്ങുന്നില്ല. പൊങ്ങിയോ? പൊങ്ങി. അതെന്താ പൊങ്ങിയിരിക്കാൻ ഒരു അതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ. പ്രതിഭാസം എന്താണെന്ന് അറിയില്ല. കാരണം പൈസ പോയിട്ടും ഗോന്ന് കാണിച്ചിട്ട് സാധനം പൊങ്ങിയില്ല. പുള്ളി അത് കൈകൊണ്ട് പൊപ്പ് ചെയ്ത്. ചിലപ്പോൾ ടെക്നോളജി ആയിരിക്കും. നമ്മുടെ വണ്ടി, നമ്മുടെ തുണിക്കട വണ്ടി ഇവിടെ ഉണ്ട്. അതിന് താഴെ വരെയൊക്കെ ഉണ്ട് സാധനം കണ്ടോ, എല്ലായിടത്തും ഉണ്ട്. അതാ അവന്റെ കുഞ്ഞത്തെ വണ്ടിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഏതിനായിട്ട് നമ്പർ പ്ലേറ്റ് കാണുന്നില്ലല്ലേ? രാജസ്ഥാൻ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, അത് ആ പോകുന്ന വണ്ടിയുടെ പുറകിലുണ്ട്. ഇതൊക്കെ രാജസ്ഥാൻ വണ്ടികളാണ്. ചിലപ്പോൾ മണൽ കയറ്റി വന്നതായിരിക്കും മരുഭൂമി. അല്ലേ അളിയാ? മരുഭൂമിയിൽ നിന്ന് മണൽ കയറ്റി വന്നതാണ് രാജസ്ഥാൻ വണ്ടി. അല്ല ഗൈസ്, എന്തെങ്കിലുമൊക്കെ ലോഡ് കൊണ്ട് വന്നതായിരിക്കും. ഓക്കെ, അപ്പം യാത്രകളിൽ ഇങ്ങനെ പുതിയ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണുന്നത് വരെ നിങ്ങൾ നോക്കിയിരുന്നോ? കാഴ്ചകളുണ്ടെന്ന് ഞങ്ങൾ നോക്കിയിരിക്കാം.